അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഞാൻ ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ കൂടെ അൻസാർ സ്കൂൾക്ക് പെരുമ്പിലാവ് അൻസാർ സ്കൂൾക്ക് പോകാൻ കേട്ടോ. അവളെ വീട്ടിൽ നിന്ന് മടുപ്പുള്ളിയിൽ നിന്ന് പെരുമ്പിലാവുക്ക് വരും. ഞാൻ ഇവിടുന്ന് മട്ടായിൽ നിന്ന് പെരുമ്പിലാവ് സെൻറ്റർക്ക് പോകട്ടോ. അങ്ങനെ അവൾ പെരുമ്പിലാവ് സെൻറ്ററിൽ എന്നെ കാത്തിരുന്നിട്ട് ഞാനും അവളും കൂടിയിട്ട് ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിൽ എന്നെ കാത്തിരുന്നു. ഞാൻ ഇവിടുന്ന് മട്ടായിൽ നിന്ന് പോയിട്ട് അവിടെ ഇറങ്ങി. എന്നിട്ട് ഞാൻ അവളും കൂടിയിട്ട് അൻസാർ സ്കൂളിൽ പോയിട്ട് വന്നു. അവൾ അവിടെ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒരാളും വേണം. അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടി. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ ഞാനും കൂടി പോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവളും കൂടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവളായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ നല്ല മഴയായിരുന്നു. ഞാൻ അവളും കൂടിയിട്ട് ഒരു കുട പിടിച്ചിട്ട് ഒരുമിച്ചിട്ടാണ് കോളേജിലേക്ക് പോയതും അഡ്മിഷൻ എടുത്തതും യൂണിഫോം മേടിച്ചതും കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവളെ ഞാൻ ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ തിരിച്ച് പോരുമ്പോഴാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തുള്ളൂ. അങ്ങനെ അവളെ അവിടുന്ന് പോരുമ്പോൾ ഞാൻ വിചാരിച്ചു പെരുമ്പിലാവിൽ തന്നെയാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്. അപ്പോൾ നേരെ പെരുമ്പിലാവ് സെൻറ്ററിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ മാട്ടായിക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മാൻ്റെ വീട് പെരുമ്പിലാവ് നിന്ന് പോരുമ്പോൾ അറക്കൽ സ്കൂളിൻ്റെ അവിടെയാണ് ഉമ്മാൻ്റെ വീട്. അറക്കാൽ സ്കൂളിൻ്റെ അവിടെ അല്ല, അവിടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നു പോകണം, ഉള്ളിലേക്ക് നടന്നു പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് ഉമ്മാൻ്റെ ആങ്ങളാരുണ്ട്, ഉമ്മാൻ്റെ ഉമ്മി ഉപ്പിയൊക്കെ മരിച്ചു പോയിട്ടോ. അടുത്താണ് രണ്ടുപേരും മരിച്ചു പോയി. അപ്പോൾ അവിടെ അവരെടുത്ത് പോകണം, കബറിൻ്റെ അവിടെ പോയിട്ട് ദുആ ചെയ്യണം. അന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അതേപോലെ അമ്മായിനും മാമാനെയും എല്ലാവരെയും മക്കളെ കാണണം എന്ന് വിചാരിച്ചു. എൻ്റെ ഉമ്മയും അനിയത്തികളും കുറച്ച് മുന്നേ പോയിട്ട് അവിടെ അമ്മാവന്മാരെ വീട്ടിൽ പോയി നിൽക്കും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ കാണണം, സംസാരിക്കണമൊക്കെ നല്ല ആഗ്രഹം അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ചായി കണ്ടിട്ട്. ഉപ്പയും ഉമ്മയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകും. പിന്നെ നമ്മുടെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ എപ്പോഴും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, പോക്കും വരവും വിളിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മളെ പിന്നീടുള്ള തലമുറ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ ഉമ്മ നാൾ പോയി നിന്നൊക്കെ പോകും. അപ്പോൾ അന്ന് പോകാൻ പറ്റാത്ത കാരണം കേട്ടോ. അപ്പോൾ ഇനി ഏതായാലും ഞാൻ എന്തായാലും അവിടെ പോയതാണ്. എനിക്ക് നേരിട്ടിട്ട് മാട്ടായിക്കൊണ്ട് പോയ വീട്ടിൽ പോവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇറങ്ങാം, അറക്കൽ സ്കൂളിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണം, എന്നാലും വേണ്ടില്ല അവിടെ പോയിട്ട് അവരൊക്കെ കാണാമെന്ന്. അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങി. ആർക്കൽ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങി മൂത്ത മാമൻ്റെ വീട്ടിൽ പോയി. മൂത്ത മാമൻ്റെ വീട്ടിൽ പോയി ചായയൊക്കെ കുടിച്ചു. മാമാനെയും അമ്മായിനെയും മാമൻ്റെ മരുമോളിനെയും ഒക്കെ കണ്ടു. കുട്ടികൾ നോക്കടാ, എന്റെ പൊമ്മക്കുട്ടി എടുത്തോന്ന് കാണിച്ചെന്നാ നോക്കട്ടെ ഫോട്ടത്തില്. എന്റെ പൊമ്മക്കുട്ടി എടുത്തോടുന്ന പൊമ്മക്കുട്ടി എടുത്തോടുന്ന നോക്കട്ടെ. ആ നല്ല ഭംഗിയുണ്ടല്ലോ കാണാന്. നോക്കട്ടെ ഇടക്ക് നല്ല ഭംഗിയുണ്ടല്ലോ കാണാന്. അയ്യാനെവിടെ? അയ്യാനെന്ന് വിളിക്കോനെ. ഇങ്ങോട്ട് വയ്ക്ക അയ്യാനുവാ, ഇങ്ങോട്ട് വയ്ക്ക. ഒന്ന് ചിരിച്ച നോക്കട്ടെ. ആ താത്ത ശരിക്കണ്ട, താത്ത പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തരന്നൊക്കെ. എൻ്റെ മാമ എന്നിട്ടാ പോണ്, പള്ളിയിൽ പോവാ. ഞാൻ മാമാടെ അടുത്ത് വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ വലിയ മാമാടെ പോയി. അത് കഴിഞ്ഞിട്ട് മാമാടെ മോളുടെ വീട് അടുത്ത് തന്നെ, അവിടെയും പോയി. അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഒരു എന്താ പറയുക, നമുക്ക് അവർക്ക് ഇഷ്ടമില്ലെങ്കിലോ വീഡിയോ എടുക്കണത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇനി ചെറിയ മാമാൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. ചെറിയ മാമാൻ്റെ വീട്ടിലും പോകണം. എൻ്റെ വല്യപ്പാടിയും എൻ്റെ അപ്പപ്പാടിയും അമ്മാടിയും ഖബറിൻ്റെ അവിടെയും ഒന്ന് പോകണം. പപ്പാൻ്റെയും അമ്മാൻ്റെയും പപ്പയും മമ്മി മരിച്ചു പോയിട്ടാ. അവരുടെ അടുത്തേക്ക് ഞങ്ങൾ ചെറുപ്പത്തിൽ ഉമ്മാൻ്റെ കൂടെ അങ്ങനെ ഈ വഴി കൂടെ നടന്നിട്ടാണ് വരിക. അപ്പം ഇങ്ങനെ വരുമ്പോൾ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നു. പപ്പാൻ്റെയും അമ്മാൻ്റെയും ഖബറ് ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ തന്നെ പള്ളിയുടെ അവിടെ കേട്ടോ. എൻ്റെ ഇപ്പപ്പാടിയും അമ്മാടിയും വീട് ഇവിടെ ആയിരുന്നു കേട്ടോ. അവർ മരിച്ചു പോയി. തറവാട് ഇവിടെ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ പൊളിച്ച് അതിൻ്റെ പിന്നിൽ കാണുന്നതാണ് കേട്ടോ ചെറിയ മാമാടെ വീട്. തൊട്ട പിന്നിൽ മാമാൻ്റെ വീടാണ്. ഇവിടെ ആയിരുന്നു തറവാട് ഉണ്ടായിരുന്നത്. അതിപ്പോൾ പൊളിച്ചു. ഇപ്പോൾ ഇവിടെ അവരിപ്പം മരിച്ചല്ലോ, അത് പൊളിച്ചിക്കണു. പിന്നെ അതിങ്ങനെ ഇപ്പോൾ ഈ സ്ഥലം കിടക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് കേട്ടോ പള്ളിക്കാട്. അപ്പോൾ ആദ്യം ഉമ്മമ്മയാണ് കേട്ടോ മരിച്ചത്. ഉമ്മമ്മ മരിച്ചതിൻ്റെ ശേഷം ഉപ്പപ്പാക്ക് വയ്യാത്തല്ല, ഉപ്പപ്പാക്ക് പെട്ടെന്ന് ഖബറിങ്ങൾക്ക് പോവാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു നല്ല പ്രായമായിട്ടാണ് കേട്ടോ മരിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഉപ്പപ്പാക്ക് പോയി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മമ്മാനെ ഇവിടെ തന്നെയാണ് കേട്ടോ മറവ് ചെയ്തിരിക്കണത്. ഇവിടെ തന്നെ ആ കാണുന്നതാണ് ഉപ്പപ്പാടിയും ഉമ്മമ്മാൻ്റെയും ഖബറ്. എന്നിട്ട് ഉപ്പപ്പയും മരിച്ചതിൻ്റെ ശേഷം ഉമ്മമ്മാൻ്റെ തൊട്ടടുത്ത് തന്നെ ഉപ്പപ്പാനെയും മറവ് ചെയ്തത് കേട്ടോ. മാഷാ അല്ലാഹ്.
അവരല്ലാഹു സ്വർഗത്തിൽ ഒരുമിപ്പിച്ച് കൊടുക്കട്ടെ. ഒരുമിച്ചിട്ട് അവർ ഇത്രയും കാലം സ്നേഹത്തോടെ കഴിഞ്ഞ പോലെ തന്നെ മരിച്ച സമയത്ത് ഒരുമിച്ചിട്ട് അവർ കിടക്കണം. മാഷാ അല്ലാഹ്. ഇതുപോലൊക്കെ ഭാഗ്യം അല്ലാഹു നമുക്കും തരട്ടെ. ആമീൻ. ഉമ്മ ഇവരോടൊക്കെ ഉമ്മമാട് ഉപ്പപ്പാടൊക്കെ സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ. എല്ലാവരെയും വകയായിട്ടും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇപ്പപ്പാട് ഉമ്മമ്മക്ക് ദുആ ചെയ്യാൻ പറഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബറുടെ അള്ളാഹു വിശാലാക്കി കൊടുക്കട്ടെ. ആമീൻ. എല്ലാവരെയും ഉമ്മ സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ. ഞാൻ ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ടേ ദുആ ചെയ്യുന്ന കണ്ടു നോക്കുമ്പോൾ ഒരു ഉപ്പപ്പ വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് മോളെ അങ്ങോട്ട് അകത്ത് കയറിയിട്ട് കണ്ടോ, പുറത്ത് നിൽക്കണ്ട പറഞ്ഞിട്ട്. ഇതാ ഗേറ്റ് ഇവിടെ നിന്നിട്ടാ. ഞാൻ ഇവിടെ നിന്നിട്ട് ദുആ ചെയ്ത് പുറത്ത് നിന്നിട്ട് അൽഹംദുലില്ലാ അകത്ത് കയറി പപ്പാനെയും ഉമ്മമാനെയും കണ്ടു, ദുആ ചെയ്തു. പടച്ചോൻ സ്വീകരിക്കട്ടെ. ആമീൻ. ഇനിയിപ്പോൾ ഇതാ അടുത്ത് തന്നെയാണ് കേട്ടോ മാമാടെ വീട്. ആ കാണുന്നത് മാമാടെ വീടാണ്. ഞാൻ അങ്ങോട്ട് പോവാ. ചെറിയ മാമാൻ്റെ വീടാണ് കേട്ടോ. ഇപ്പം അവിടെ പോയാൽ വീഡിയോ എടുക്കില്ല, അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ചെറിയ മാമാൻ്റെ കൂടെ ചെറിയ മാമാടെ വീട്ടിൽ പോയിട്ട് ഇൻഷാ അല്ലാഹ് ഇനി പോകണം. ചിരിച്ചേ ആ ബൊമ്മക്കുട്ടിനെ എടുത്തേ. ആ പോണോക്ക് അവൾക്ക് ഇഷ്ടല്ല, ഫോട്ടോ എടുക്കണ ഇഷ്ടല്ല. ഞാൻ മാമി പോവാണ് കേട്ടാ. ഇനി പോട്ടെ, മാട്ടായിക്ക് പോണം. ഇങ്ങോട്ട് വായോ, ഒരു ഫോട്ടോ എടുക്കട്ടെ. വായോ വാടി. ഇങ്ങോട്ട് പേടിച്ചിട്ട് പോണോ. ടാറ്റാട്ട് മാമിക്ക് ടാറ്റാട്ട്. അസ്നമോളെ കാണുവോ? ഇന്നെ കാണുവോന്ന്? ഇന്നെ കാണണ്ടാന്നില്ലേ മാമി? അതെ, നല്ല കോല. ആ ഓൾക്ക് ഓളെ മാക്സി വേണ്ടുള്ളൂന്നില്ലേ? അതെ, അതെല്ലാരും അങ്ങനെ. എന്താ വെച്ചാ വീട്ടിൽ വന്ന അമ്മയുടെ മാക്സി എടുത്തിരുന്നാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നാ ശരിട്ടാ ഉണ്ണിയെ. അങ്ങനെ ഞാൻ ചെറിയ മാമാന്റെ വീട്ടിൽ നിന്ന് പോവാണ്. ചെറിയ മാമാടുന്ന് പോന്നു കേട്ടോ. ഇപ്പം മഴ ഒന്ന് കുറവുണ്ട്, അതുകൊണ്ട് കുട ചുരുക്കുക. ഇനി ചെറിയ മാമാടുന്ന് ഇനി നേരെ താത്താൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുക. അപ്പോൾ താത്തായുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഇപ്പപ്പാൻ്റെയും അമ്മാൻ്റെയും ഖബറിൻ്റെ അടുക്ക് വന്നതും പിന്നെ എന്താ പറയുക അമ്മായിയുടെ മാമൻ്റെ വീട്ടിലേക്ക് വന്നതൊക്കെ. അവിടെ അമ്മായി ഉണ്ട്, മാമ ഇല്ല കേട്ടോ, മാമ ജോലിക്ക് പോയിക്കണു. പിന്നെ മാമാൻ്റെ മോളുണ്ട്, പിന്നെ ആരാ മാമൻ്റെ 2 മരക്കളും ഉണ്ട് കേട്ടോ. മരക്കളും കുട്ടിയൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കും പെട്ടെന്ന് ചെന്നിട്ടേ അവർക്ക് ആകെ ചമ്മലാവുള്ളൂ, അതുകൊണ്ട് വീഡിയോ എടുക്കാഞ്ഞത്. ഞാൻ താത്താൻ്റെ അടുത്തേക്ക് തന്നെ പോവാണ്. മറ്റേ മൂത്ത മാമൻ്റെ മോളുടെ വീട്ടിൽ പോവാ. താത്ത ഒരു പൊടിക്ക് സമ്മതിക്കണില്ല. ചോറ് നിന്നിട്ട് പോയാൽ മതി, ഇപ്പോൾ ജുമ്മ എറിയേണ്ട സമയമായിട്ടോ, ചോറ് നിന്നിട്ട് പോയാൽ മതി എന്നാണ് പറയണത്. അപ്പം ഞാനിന്നാ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് പോകും ഇൻഷാ അല്ലാഹ്. അവിടുന്ന് തന്നെ പോകുന്നു. ഇനി താത്താൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ്. താത്താൻ അവിടുന്ന് കുറേ മാമാടന്ന് ചോറ് കഴിക്കാൻ പറഞ്ഞിട്ടാ. പക്ഷേ എവിടുന്നൊക്കെ ഞാൻ ചോറ് കഴിക്കും. പിന്നെ വലിയ മാമാടെ പോയപ്പോൾ അവിടുന്ന് ഇറങ്ങുമ്പോഴും പറഞ്ഞു ചോറ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഞാൻ ഇവിടുന്ന് ചോറ് കഴിക്കണില്ല വെച്ചാൽ, കാരണം ചായ കുടിച്ചിട്ട് എൻ്റെ വയറ് ഫുള്ളായിക്കണം. താത്ത പൊടിക്ക് സമ്മതിക്കാത്ത കാരണം ഇവിടുന്ന് കഴിച്ചിട്ടേ പോവാവൂ എന്ന് പറഞ്ഞിട്ട് വാക്ക് പറഞ്ഞതല്ലേ വെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ പോയി വീണ്ടും താത്താടക്ക് തന്നെ പോണത്. ഇനി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇൻഷാ അല്ലാഹ് മാട്ടായക്ക് തന്നെ പോകണം. അവിടെ പിന്നെ 2 ഉമ്മാരും ഉണ്ട്. എൻ്റെ അമ്മയുണ്ട്, ഇവിടുത്തെ അമ്മയുണ്ട്, 2 ഉമ്മാരും ഉണ്ട്. അത് കാരണം സമാധാനമുണ്ട്. ഇപ്പോൾ ഫുള്ളിങ്ങനെ വെള്ളം ഒഴുകിയിട്ട് ഇങ്ങനെ വരുന്ന സ്ഥലം കേട്ടോ. ശബ്ദം കേൾക്കാൻ തന്നെ നല്ലൊരു രസം. അതുണ്ടോ, ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോണു. എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനെയൊക്കെ കാണാൻ. എൻ്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കണ്ടോ എന്ത് രസമാണ്. താത്ത മൈമുനാത്തോയ്, മൈമുനാത്ത ഞാൻ വന്ന്. അങ്ങനെ താത്താൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകാനിട്ടാ. കണ്ടാ എന്താ സോയാബോളല്ലേ ഇത്? അല്ലേ സോയാബോൾ അല്ലേ? താത്ത ഉണ്ടാക്കുക എൻ്റെ ഉമ്മയുടെ വരി. കുടുത പൊരിച്ചത്, കുടുത കറി. ഫുഡ് കഴിക്കട്ടെ. അതിന്ന് ചുരിക്കണ്. അന്നെ കൂടി എടുക്കട്ടാ.
വേണ്ട എന്നെ ഇൻസ്റ്റ ഇടട്ടെ, എന്നെ ഇൻസ്റ്റ ഇടട്ടെ. ഇങ്ങോട്ട് നോക്കടാ, ഒരു ഹായ് പറയൂ, ഒരു ഹായ് പറയൂ. മറ്റോ പോയി എടാ, ഇവിടെ വന്നാ പോയാ, ഓ പോയി. ഇവിടെ വാടാ, ഞാൻ വരില്ലാന്ന്. ഇതൊക്കെ എപ്പോഴുണ്ടാക്കി? ഇനിയിപ്പോ പപ്പടത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുക താത്ത. ഇതന്നെ അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഇവനായിട്ട് എന്നെ കൊണ്ടാക്കി തരുന്നത്, ബസ് ആയിട്ട് എന്നെ കൊണ്ടാക്കി തരുന്നത് ഇവനാണ്. ഓൻ പോയിണ്ടാവൂലേ, ഓൻ പോയിണ്ടാവും. ഭയങ്കര സ്പീഡാണ് കേട്ടോ വീഡിയോ.